ആത്മനമസ്കാരം. ഇന്ന് നമുക്കൊരു കരിയർ റീഡിങ് നോക്കാം. അപ്പം ഞാൻ ഇവിടെ 3 കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ 6 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത് ബാലൻസിങ് ആണ്. ഇത് നമുക്കിതിൽ കാണാം, ഒരാൾ 2 പെൻറ്റക്കിൾസ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മൾട്ടി ടാസ്കിങ്, ഒന്നിലധികം ജോലികൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും, അതുകൂടാതെ ചിലരൊക്കെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ബാലൻസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ്, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, അങ്ങനെ. അപ്പോൾ ആ ഒരു ഇതും വർക്കും തമ്മിൽ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ്. അതായത് നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്കിൻ്റെ കൂടെ കുറച്ച് ശ്രദ്ധയും പിന്നെ കുറച്ച് ഉത്തരവാദിത്വം. അതായത് ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു പതുക്കെയുള്ള പ്രോഗ്രസ്സാണ്. അതായത് പെട്ടെന്നൊരു റിസൾട്ട് എന്നുള്ളതല്ല. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്നതിന് ഒരു ഫ്യൂച്ചറിൽ വളരെ വലിയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസിങ്ങും പിന്നെ ഈ ഒരുപാട് വർക്ക് പ്രഷറും എല്ലാം കൂടി ആയിട്ട് നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഇതിനൊരു ഫലമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പോസിറ്റീവായിട്ട് തന്നെ ഫെയ്ത്തോടു കൂടി മുന്നോട്ട് പോകാം. കുറച്ച് ഡിസിപ്ലിൻ പാലിക്കുക. അതായത് എടുത്തു ചാടി ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയത് നമ്മൾ പറയുക. വീട്ടുകാരോടാണെങ്കിലും ഇപ്പോൾ വൈഫിനോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കൊളീഗ്സിനോടാണെങ്കിലും ദേഷ്യം വരുമ്പോൾ എടുത്ത് ചാടി പറയുക. അല്ലെങ്കിൽ ഈ ടെൻഷൻ കാരണം എന്നാൽ കുറച്ച് ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ കുറച്ച് ഒരു കുടിക്കാം, അതായത് ലിക്കർ കഴിക്കാം എന്നുള്ള തോന്നലൊക്കെ വരാം. അതൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും ഉള്ള ചിന്തയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ പോകരുത്. കുറച്ച് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഷ്ടപ്പെടുന്നതിനും നിങ്ങൾ പേഴ്സണൽ ലൈഫ് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നതിനും നിങ്ങൾ എടുത്തു ചാടി ദേഷ്യപ്പെട്ട് റിലേഷൻഷിപ്പൊക്കെ സ്പോയിൽ ചെയ്യാതിരിക്കാം. വൈഫിനോടൊക്കെ കയറി ചിലപ്പോൾ വൈഫിന് മനസ്സ് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടാവും. ആ റിലേഷൻഷിപ്പിനെയൊക്കെ ഒന്നും നിങ്ങൾ സ്പോയിൽ ചെയ്യാതെ വർക്കും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 6 ഓഫ് വാൻഡ്സിൽ കാണിക്കുന്നത് ഒരു യുദ്ധം വിജയിച്ച ഒരാളാണ് ഈ പോകുന്നത്. നിങ്ങൾക്കൊരു പ്രൊമോഷൻ, ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പ്രൈസിങ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡിസിപ്ലിനോടുകൂടി സ്റ്റഡിനെസ്സിനോടുകൂടിയും അത് കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് എനർജി ഡൗൺ ആവരുത്. ഓക്കെ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള നെഗറ്റിവിറ്റി ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുക. അങ്ങനെ നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഇടയ്ക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ എനർജി ചില സമയത്ത് നമുക്ക് ഡൗൺ ആവാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളൊരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക? നമ്മുടെ ശ്വാസത്തിൻ്റെ ബ്രീത്ത് എടുക്കുന്നതും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിനും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അത് നിങ്ങൾ കൺസിസ്റ്റൻസി കൈവിടാതെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നന്ദി.